ഹായ് ഗൈസ്. കന്നഡയിൽ നിന്ന് 2025 ലാസ്റ്റ് റിലീസായ ഒരു മൂവിയാണ് 45. രാജ്ബി ഷെട്ടി, ശിവരാജ് കുമാർ, ഉപേന്ദ്ര പോലുള്ള കന്നഡയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് ആക്ടേഴ്സ് ആണ് മൂവിയിൽ ലീഡായിട്ടുള്ളത്. മൂവി ഞാൻ തിയേറ്ററിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. അത് ലേറ്റസ്റ്റ് ആയിട്ട് OTT റിലീസായപ്പോൾ ഞാനിന്ന് കണ്ടു. മൂവി പറയുകയാണെങ്കിൽ ഒരു എബോവ് ആവറേജ് മൂവിയാണ്. ത്രൂ ഔട്ട് നമുക്ക് സ്റ്റാർട്ടിങ് ടു എൻഡ് നമുക്ക് കണ്ടിരിക്കാം. കുറച്ച് എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ പോലും എനിക്കത് അത്രയ്ക്ക് അങ്ങോട്ട് കണക്ട് ആയില്ല. അതിന്റെ റീസൺ ഞാൻ നിങ്ങളോട് ഇപ്പോൾ ഷെയർ ചെയ്യാം. പടത്തിന്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം രാജ്ബി ഷെട്ടി ഒരു ആക്സിഡന്റിൽ ഒരു നായയെ ഇടിച്ചിടുന്നു, ആ നായ മരിക്കുന്നു. അപ്പൊ അതിന്റെ ബാക്കിയായിട്ടുണ്ടാകുന്ന കാര്യങ്ങളെ കുറിച്ചാണ് പടത്തിൽ ഷെയർ ചെയ്യുന്നത്. അപ്പം ത്രൂ ഔട്ട് നമുക്ക് സ്റ്റാർട്ടിംഗ് ടിൽ എൻഡ് മെയിൻ ആയിട്ട് രാജ്ബി ഷെട്ടിയെ നമുക്ക് ആ ഒരു സ്ട്രഗിളും ആ ഒരു ഇഷ്യൂസും എല്ലാം നമുക്കതിൽ കാണാൻ സാധിക്കും. പിന്നെ അതിൽ കുറെ എലമെന്റ്സ് ഫാന്റസീസ് ഒക്കെ മിക്സ് ചെയ്ത്, അതുപോലെ മിത്തോളജിക്കലായിട്ട് ഉള്ള കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്ത് ഉള്ള ഒരു സ്റ്റോറിയാണ്. പിന്നെ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആഫ്റ്റർ ലൈഫിനെ കുറിച്ചുള്ള മെൻഷൻസ് അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട്. നമ്മളിപ്പോൾ ഒരു അന്യനൊക്കെ കാണുമ്പം കണ്ട കുറച്ച് സീൻസ് ഉണ്ട്. അതിൽ അന്യനിലെ കുറച്ച് സീൻസ്, കുറെ ഒരു ഗരുഡ പുരാണം എന്ന് പറഞ്ഞുള്ള ആ ഒരു ബുക്കിനെ കുറിച്ചുള്ള മെൻഷൻസ് ഒക്കെ. അപ്പൊ അതുപോലെയുള്ള ഒരു സ്റ്റോറി ഒക്കെ ഇതിൽ മെൻഷൻ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഇതില് ഉപേന്ദ്ര ആരാണ്, അതുപോലെ തന്നെ ഇപ്പം ശിവരാജ് കുമാർ ആരാണ്, അവരുടെ ക്യാരക്ടേഴ്സ് എന്താണ് എന്നുള്ള ആ ഒരു എക്സ്പ്ലോറേഷൻ ഒക്കെയാണ് ഇതിൽ നടക്കുന്നത്. പിന്നെ കാര്യം പറഞ്ഞാൽ ഞാൻ 2 hours പ്ലസ് ഉള്ള മൂവി ഞാനത് ഫുള്ള് കണ്ടു, ക്ലൈമാക്സ് വരെ കണ്ടു. അങ്ങനെ ബോറടിച്ചിട്ടൊന്നുമില്ല. ക്ലൈമാക്സ് വരെ കണ്ടിരുന്നു പടം. പക്ഷെ ക്ലൈമാക്സ് വരെ ആയിട്ടും ഐ ഡോണ്ട് നോ, എന്തോ എക്സ്പെക്ട് ചെയ്തത് കൊണ്ടാണെന്ന് തോന്നുന്നു. അത്രയും വലിയൊരു സ്റ്റാർ കാസ്റ്റും, പിന്നെ കന്നഡയിലെ അവർ ഈ എക്സ്പെരിമെന്റൽ മൂവീസ് ചെയ്യാൻ കന്നഡ ഫിലിം ഇൻഡസ്ട്രി ഇസ് ദ ബെസ്റ്റ്. സോ എന്തൊക്കെയോ വലിയ രീതിയിൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ക്ലൈമാക്സ് ആയപ്പോഴത്തേനും എനിക്ക് അങ്ങോട്ട് 100% സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. ഐ വാസ് നോട്ട് ലൈക്ക് ഇറ്റ് വാസ് എ റിയലി ഡിഫറെന്റ് സ്റ്റോറി. ആൻഡ് എനിക്ക് തോന്നുന്നു അത് ഇഷ്ടപ്പെട്ടവരുണ്ടാവാം. പിന്നെ ഞാനിത് സജസ്റ്റ് ചെയ്യുന്നു, കാരണം ഇത് കണ്ടിരിക്കാൻ പറ്റുന്നൊരു മൂവിയാണ്. പിന്നെ ഇങ്ങനെയുള്ള എക്സ്പെരിമെന്റൽ മൂവീസ് ഒക്കെ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് ഈ ഒരു സിനിമ എന്നുള്ള ഒരു ആർട്ടിൽ എത്ര പേര് ഏതൊക്കെ രീതിയിൽ എഫേർട്ടുകൾ ഇടുന്നുണ്ടെന്ന് കാണാൻ പറ്റുന്നത്. പിന്നെ ഇതുപോലെയുള്ള ഒരു ബഡ്ജറ്റ് ചെലവാക്കി ഇങ്ങനെ ഒരു സ്റ്റോറി ചെയ്യാൻ അവർ കാണിക്കുന്ന ആ ഒരു ധൈര്യം, അത് ഓഡിയൻസിന് പുതിയൊരു അനുഭവം കൊടുക്കാനുള്ള അവരുടെ ഒരു ആഗ്രഹം കൊണ്ടാണ്. ആ ഒരു ഇതിനെ നമ്മൾ ആർട്ടിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണം. അതുകൊണ്ട് ഇങ്ങനെയുള്ള മൂവീസ് ഒക്കെ മാക്സിമം തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക. ഞാനിത് മിസ്സാക്കിയത് എന്ന് വെച്ചാൽ, ആ ടൈമിൽ നമുക്ക് ഡിസംബർ എൻഡ് ടൈമിൽ വേറെ കുറെ മൂവീസ് റിലീസ് ഉണ്ടായിരുന്നു. അപ്പം ഓഫീസ് ടൈമും മൂവി കാണുന്ന ടൈമും വെച്ച് നമുക്ക് അങ്ങോട്ട് മാനേജ് ചെയ്യാൻ പറ്റാഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് മിസ്സാക്കിയത്. ബട്ട് എനിക്ക് തോന്നുന്നു ഞാനിത് തിയേറ്ററിൽ നല്ലൊരു ക്രൗഡിന്റെ കൂടെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെടുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. സോ OTT ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. കണ്ടവരുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻ പറയുക. ആൻഡ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമന്റ്സ്. താങ്ക് യു.